ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് സെമിസ്റ്ററിലെ ഫങ്ഷണൽ ഗ്രാമർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇൻ ഇംഗ്ലീഷിലെ ഒന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓരോ ഭാഗത്തു നിന്നും എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളതും ഓരോ ഭാഗത്തിലെയും ഗ്രാമർ റൂൾസ് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ട്രിക്സും അതുപോലെ അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സെക്ഷനിൽ നമുക്ക് വരുന്നത് സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് ആണ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഈസ് ആണോ ആർ ആണോ അതോ ഹാസ് ആണോ ഹാവ് ആണോ വെക്കേണ്ടതെന്നുള്ളത് തീരുമാനിക്കുന്നത്. അത് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ട്രിക്കാണ് നമ്മൾ പറയുന്നത്. നമുക്ക് രണ്ട് ഗ്രൂപ്പ് ആയിട്ടുള്ള ഓക്സിലറീസ് ആണുള്ളത്. ഒന്ന് സിംഗുലറിൻ്റെ കൂടെ വയ്ക്കുന്നതും ഒന്ന് പ്ലൂറലിൻ്റെ കൂടെ വയ്ക്കുന്നതും. ഈ സിംഗുലറിൻ്റെ കൂടെ വയ്ക്കുന്ന ഓക്സിലറീസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. ഒന്നുകിൽ ഈ വെർബിൻ്റെ കൂടെ എസ് അല്ലെങ്കിൽ ഇ എസ് ചേർക്കുന്നതാണ്. നമുക്ക് കാണാം റീഡിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ റീഡ്സ് എന്നാവുന്നതും വാച്ചിൻ്റെ കൂടെ ഇ എസ് ചേർക്കുമ്പോൾ വാച്ചസ് എന്നാവുന്നതും. അതുപോലെ ഡസ്, ഈസ്, വാസ്, ഹാസ് തുടങ്ങിയവയാണ് നമ്മൾ സിംഗുലറിൻ്റെ കൂടെ വയ്ക്കുന്ന ഓക്സിലറീസ്. ഇതിനെല്ലാം നമുക്ക് കോമൺ ആയിട്ടൊരു കാര്യം കാണാൻ വേണ്ടി കഴിയും. ഇതെല്ലാം അവസാനിക്കുന്നത് എസ്സിലാണ്. അപ്പോൾ നമ്മൾ ഇതാണ് ഓർത്ത് വയ്ക്കേണ്ടത്. സബ്ജക്റ്റ് സിംഗുലർ ആവുമ്പോൾ നമ്മൾ എസ് ഉള്ള ഒരു ഓക്സിലറി ആയിരിക്കും അവിടെ ഉപയോഗിക്കേണ്ടത്. ഇനി പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് എസ് ഇ എസ് ഉപയോഗിക്കില്ല. ഇപ്പോൾ റീഡ് എന്നുള്ളത് റീഡ് എന്ന് തന്നെയും വാച്ച് എന്നുള്ളത് അങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അതുപോലെ ആറ്, വേറ്, ഹാവ് എന്നിവയാണ് നമ്മൾ പ്ലൂറലിൻ്റെ കൂടെ ഉപയോഗിക്കുന്നത്. ഇത് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതിലൊന്നിലും എസ് എന്ന് പറയുന്ന വാക്കിൽ അവസാനിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ട്രിക്ക്. നമ്മൾ സബ്ജക്റ്റ് വെർബ് അഗ്രിമെൻ്റ് നോക്കുന്ന സമയത്ത് സിംഗുലർ എന്നുള്ളതിൽ എസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ആലോചിക്കുക, സിംഗുലറിൻ്റെ കൂടെ നമ്മൾ എസ് ഉള്ള ഓക്സിലറിയാണ് ചേർക്കേണ്ടത്. പ്ലൂറലിൻ്റെ കൂടെ നമ്മൾ എസ് ഇല്ലാത്ത ഓക്സിലറി ആയിരിക്കും ചേർക്കുന്നത്. ഇനി സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമാണെന്നുള്ളതും പ്ലൂറൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകളാണെന്ന് നമുക്കറിയാം. പക്ഷെ ചില വാക്കുകൾ സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നുള്ളത് നമുക്ക് കൺഫ്യൂഷൻ വരും. അത് ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഠിച്ചു വെക്കണം. ഇതിൽ പറയുന്നത് സിംഗുലറിൽ വരുന്ന കുറച്ച് അത്തരം വാക്കുകളാണ്. എവരി വൺ, എവരിത്തിങ്, എവരിബഡി, സം വൺ, സംതിങ്, സംബഡി, എനി വൺ, എനിത്തിങ്, എനിബഡി, നോ വൺ, നത്തിങ്, നോബഡി, എയ്തർ, നെയ്തർ, ഈച്ച്. ഈ വാക്കുകളെല്ലാം സിംഗുലറിലാണ് വരുന്നത്. അപ്പോൾ ഇത്തരം വാക്കുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ സിംഗുലർ ആയിട്ട് കണക്കാക്കണം. അടുത്തത് പ്ലൂറലിൽ വരുന്നത് ബോത്ത്, മെനി, ആൻഡ് എന്ന് പറയുന്നത് രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്നതാണ്. എക്സാമ്പിൾ നമുക്ക് കാണാം, ജോൺ ആൻഡ് ജിസ ആർ ഫ്രണ്ട്സ്. അവിടെ ഈസ് എന്നല്ല പറഞ്ഞിട്ടുള്ളത്, ആർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം ജോൺ ആൻഡ് ജിസ എന്ന് പറയുമ്പോൾ രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. ഈ രീതിയിൽ ബോത്ത്, മെനി, ആൻഡ് എന്നുള്ളത് പ്ലൂറലായിട്ടാണ് വരുന്നത്. പിന്നെ വരുന്നത് ഓറ്, നോറ് വെച്ച് കണക്ട് ചെയ്യുന്നതാണ്. അഗ്രി വിത്ത് ദ പാർട്ട് ക്ലോസ് ടു ദി വെർബ്. ഓറ്, നോറ് വെച്ച് കണക്ട് ചെയ്യുന്ന സമയത്ത് വെർബിൻ്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതാണ് നമ്മൾ എടുക്കുക. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഷീ ഓർ ഹെർ ഫ്രണ്ട്സ് പേ ദ ബിൽ. ഇവിടെ പേ എന്ന് പറയുന്ന വെർബിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നത് ഫ്രണ്ട്സ് എന്നാണ്. അത് എന്താണ്? പ്ലൂറലാണ്. അപ്പോൾ നമ്മൾക്കറിയാം പ്ലൂറലാവുമ്പോൾ എസ് ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്ത എക്സാമ്പിൾ കാണാം, ഹെർ ഫ്രണ്ട്സ് ഓർ ഷീ. അത് തിരിച്ചിടുന്ന സമയത്ത് ഈ പേയുടെ അടുത്ത് വരുന്നത് ഷീ ആണ്. അത് സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ അതിന് എസ് ചേർക്കണം. അപ്പോൾ ഹെർ ഫ്രണ്ട്സ് ഓർ ഷീ പേയ്സ് ദ ബിൽ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. ഈ പറഞ്ഞ എവരി വൺ, സം വൺ, എനി വൺ, നോ വൺ, എയ്തർ തുടങ്ങിയവയൊക്കെ സിംഗുലർ ആണ്. അതുപോലെ ബോത്ത്, മെനി, ആൻഡ് എന്ന് വരുന്നത് പ്ലൂറലാണ്. അതുപോലെ ഓറ്, നോറ് വരുന്ന സമയത്ത് വെർബിൻ്റെ അടുത്ത് കിടക്കുന്ന സബ്ജക്റ്റ് ഏതാണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. ഇനി ഈ സെക്ഷനിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ നോയ്സി സ്റ്റുഡൻസ് ഡാഷ് ടു ലീവ് ആഫ്റ്റർ 2 വാർണിംഗ്സ്. നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്, ഹാവ് ഉണ്ട്, ഹാസ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുക. നമ്മൾ പറഞ്ഞു വെച്ചിട്ടുള്ളത് സിംഗുലർ ആവുമ്പോൾ എസ് ഉള്ള ഒരു ഓക്സിലറി ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പ്ലൂറൽ ആവുമ്പോൾ എസ് ഇല്ലാത്ത ഒരെണ്ണമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. സ്റ്റുഡൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്ലൂറലാണ്. അപ്പോൾ നമ്മൾ എസ് ഇല്ലാത്തതാണ് ഉപയോഗിക്കേണ്ടത്. ഹാവ് ആണ് അതിൻ്റെ ആൻസർ വരിക. അടുത്തത്, ഷീ ഡാഷ് ഹെർ ഡോഗ് ഫോർ എ വാക്ക് ഈച്ച് ഈവനിങ്. ഷീ എന്ന് പറയുന്നത് നമുക്ക് അറിയാം സിംഗുലർ ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഷീ എന്ന് വരുന്നത് സിംഗുലർ ആയതുകൊണ്ട് എസ് ഉള്ളത് വേണം നമ്മൾ ഉപയോഗിക്കാൻ. അപ്പോൾ അവിടെ നമ്മൾ ടേക്സ് ആണ് വെക്കേണ്ടത്. അതുപോലെ ദ ക്രൈയിങ് ബേബി ഡാഷ് ദെം. അവിടെ ഇറിറ്റേറ്റ് ഉണ്ട്, ഇറിറ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കുക, ഒരു ബേബീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സിംഗുലർ ആണ്. സിംഗുലർ ആണെങ്കിൽ എസ് ഉള്ളതാണ് നമ്മൾ വയ്ക്കേണ്ടത്, ഇറിറ്റേറ്റ്സ്. അടുത്തത്, ബോത്ത് ഓഫ് ദ ചിൽഡ്രൻ
ഡാഷ് റെഡ് നോട്ട്ബുക്സ്. നമ്മൾ നേരത്തെ കുറച്ച് വാക്കുകളുടെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. ബോത്ത് എന്ന് വരുന്നത് പ്ലൂറലിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലൂറലിൻ്റെ കൂടെ എസ് ഇല്ലാത്തതാണ് വയ്ക്കേണ്ടത്, ഹാവ്. അടുത്തത് ദ സ്റ്റുഡൻസ് ആൻഡ് ദർ ടീച്ചർ ഡാഷ് ട്രാവലിംഗ് ടു ദ കോമ്പറ്റീഷൻ. ഇവിടെ ആൻഡ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആൻഡ് എന്ന് പറയുന്നത് ബോത്തിൻ്റെ പോലെ പ്ലൂറലിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ എസ് ഇല്ലാത്തതാണ് യൂസ് ചെയ്യേണ്ടത്, ആർ. എയ്തർ വൺ ഓഫ് ദ ചോയ്സ് ഡാഷ് ഗോയിങ് ടു ഡിസ്റപ്റ്റ് ദ ഷെഡ്യൂൾ. എയ്തർ, ഈച്ച്, എവരി വൺ എന്നൊക്കെ പറയുന്നത് സിംഗുലർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സിംഗുലറിൻ്റെ കൂടെ നമ്മൾ എസ് ഉള്ളതാണ് വയ്ക്കേണ്ടത്. അപ്പോൾ അവിടെ ഈസ് ആണ് വരേണ്ടത്. This is the stereo system that dash been purchased most often in our store. ഇനി ഇവിടെ ഒരു സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം സിംഗുലർ ആവുമ്പോൾ എസ് ഉള്ളതാണ് വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളവിടെ ഹാസ് ആണ് ചൂസ് ചെയ്യേണ്ടത്. അടുത്തത് നോബഡി ഡാഷ് ടു ചലഞ്ച് ദ ടീച്ചർ വെൻ ഷീ ഈസ് റോങ്. നോബഡി, എവരിബഡി എന്നൊക്കെ പറയുന്നത് സിംഗുലർ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിംഗുലർ ആണെങ്കിൽ നമുക്കറിയാം എസ് ഉള്ളതാണ് നമ്മൾ വയ്ക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഡസ് ആണ് അവിടെ കറക്റ്റായിട്ട് എഴുതേണ്ടത്. ദ പ്ലേയേഴ്സ് ഓർ ദെയർ കോച്ച് ഡാഷ് ഹോൾഡിംഗ് എ പ്രസ് കോൺഫറൻസ്. ഓർ വെച്ചിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓറിൻ്റെ കേസ് നമ്മൾ പ്രത്യേകം പറഞ്ഞിരുന്നു. വെർബിൻ്റെ അടുത്ത് ഏത് സബ്ജക്റ്റാണോ കിടക്കുന്നത് അതാണ് നമ്മൾ ഓർ വരുമ്പോൾ എടുക്കേണ്ടത്. ഇവിടെ നമുക്ക് ഹോൾഡിംഗ് എന്ന് പറയുന്ന വെർബിൻ്റെ അടുത്ത് കിടക്കുന്നത് കോച്ച് എന്നുള്ളതാണ്. കോച്ച് സിംഗുലർ ആയതുകൊണ്ട് നമ്മളവിടെ സിംഗുലർ ആയിട്ട് എടുക്കണം. അപ്പോൾ എസ് ഉള്ളതാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, ഈസ് ആണ് എടുക്കേണ്ടത്. ഇനി കോച്ച് ആദ്യവും പ്ലേയേഴ്സ് അവസാനമാണ് വരുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓർ വരുന്ന സമയത്ത് നമ്മൾ ഏതാണോ വെർബിൻ്റെ അടുത്ത് കിടക്കുന്നത് അതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി ലാസ്റ്റ് വൺ, നെയ്തർ ഓഫ് ദ സ്റ്റുഡൻസ് ഡാഷ് ബീൻ ടു യൂറോപ്പ്. നെയ്തർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അത് സിംഗുലറിൽ വരുന്നതാണ്. അതുകൊണ്ട് അവിടെ നമ്മൾ എസ് ഉള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. ഹാസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇതാണ് നമുക്ക് ഈ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ രീതികൾ. നമ്മൾ കുറച്ച് വാക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗുലറിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത്, അതുപോലെ തന്നെ പ്ലൂറലിൻ്റെ ഗ്രൂപ്പിൽ വരുന്നത്, പിന്നെ ഓർ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചു വെച്ചാൽ നമുക്കിത് സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അടുത്തത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ്. ഈ സെൻറ്റൻസുകളുടെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് നമുക്ക് 4 ടൈപ്പിലുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുള്ളതാണ്. ഒന്ന് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ്, അത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഷീ ഈസ് എ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഹീ ഈസ് എ ക്രിക്കറ്റർ എന്നൊക്കെ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ അതാണ് ഡിക്ലറേറ്റീവ് സെൻറ്റൻസിൽ വരുന്നത്. ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസിനകത്ത് വരുന്നത് ക്വസ്റ്റ്യൻസ് ആണ്. ഹൗ ആർ യു അല്ലെങ്കിൽ ഹൂ ആർ യു എന്നൊക്കെ ചോദിക്കുന്നത്. അതുപോലെ യെസ് ഓറിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഇൻ്ററഗേറ്റീവ് സെൻറ്റൻസിലാണ് വരുന്നത്. ഇമ്പരേറ്റീവ് സെൻറ്റൻസിനകത്ത് വരുന്നത് കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, ഒരാളോട് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുക അല്ലെങ്കിൽ അപേക്ഷിക്കുക, അതാണ് ഇമ്പരേറ്റീവിൽ വരുന്നത്. എക്സാമ്പിളിൽ സ്റ്റാൻഡപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്നൊക്കെ പറയുന്നത് ഒരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെടുന്നതാണ്. അതാണ് ഇമ്പരേറ്റീവിൽ വരുന്നത്. എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിൽ വരുന്നത് എക്സ്പ്രസിങ് ഇമോഷൻസ്, നമ്മൾ ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്നതാണ് അതിനകത്ത് വരുന്നത്. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അതിനകത്തൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കിയാൽ നമുക്കറിയാം, ദാറ്റ്സ് വണ്ടർഫുൾ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നുണ്ട്. അല്ലെങ്കിൽ വാട്ട് എ ഫൈൻ വെദർ എന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു എക്സ്ക്ലമേഷൻ മാർക്ക് ഇടുന്നുണ്ട്. അവിടെ ആ എക്സ്പ്രഷൻ നമ്മളവിടെ പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റൻസ് തന്നിട്ട് അത് ഏത് ടൈപ്പ് സെൻറ്റൻസ് ആണെന്ന് ചോദിക്കും. അപ്പോൾ ഈ 4 എണ്ണമാണ് നമുക്ക് ടൈപ്സ് ഓഫ് സെൻറ്റൻസിൽ വരുന്നത്. ഇനി പറയുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസസ് ബേസ്ഡ് ഓൺ ക്ലോസസ്. ഇനി നമുക്ക് 2 തരത്തിലുള്ള ക്ലോസുകളുണ്ട്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസ്, ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ്. അതിനനുസരിച്ചുള്ള സെൻറ്റൻസുകളാണ് പറയുന്നത്. ഇൻഡിപെൻഡൻ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇൻഡിപെൻഡൻ്റ് ആണ്. അതായത് ആ സെൻറ്റൻസ് നമ്മൾ എവിടെ എടുത്തു വെച്ച് കഴിഞ്ഞാലും അതിന് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ടായിരിക്കും. എക്സാമ്പിൾ, ഐ വാസ് സ്റ്റഡിങ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷീ ഈസ് റീഡിങ് എന്ന് പറയുന്നത്, ഇതൊക്കെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെൻറ്റൻസുകളാണ്. അതാണ് ഇതിൽ വരുന്നത്. ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻകംപ്ലീറ്റ് ഐഡിയ ദാറ്റ് ക്യാൻ സ്റ്റാൻഡ് അലോൺ. അത് ഇൻകംപ്ലീറ്റ് ആണ്. ഒരു സെൻറ്റൻസിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്കതിന് അർത്ഥം കിട്ടുള്ളൂ. ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ അതിന് അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. അതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇത് കണക്റ്റഡ് ടു എ മെയിൻ ക്ലോസ് വിത്ത് കൺജക്ഷൻസ്, നമ്മൾ ബിക്കോസ്, അതുപോലെ തന്നെ വൈൽ, വെൻ, ദാറ്റ്, ആഫ്റ്റർ തുടങ്ങിയിട്ടുള്ള ഈ കണക്റ്റിംഗ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് രണ്ടും നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഐ വാസ് സ്റ്റഡിയിങ് വെൻ യു കോൾഡ്. നീ വിളിച്ച സമയത്ത് ഞാൻ പഠിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഫോൺ എടുക്കാൻ പറ്റായിരുന്നത് എന്നൊക്കെ പറഞ്ഞ സമയത്ത്
ഐ വാസ് സ്റ്റഡിയിങ് എന്ന് പറയുന്നത് നമുക്കറിയാം ഞാൻ പഠിക്കുകയായിരുന്നു എന്നുള്ളത് ഇൻഡിപെൻഡൻ്റ് ആണ്. നമുക്ക് ആ ഒരു സെൻറ്റൻസിൽ കറക്റ്റ് മീനിങ് ഉണ്ട്. വെൻ യു കോൾഡ്, നീ വിളിച്ച സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അല്ല. നീ വിളിച്ച സമയത്ത് എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അത് പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥമില്ല. അവിടെ എന്തുണ്ടായെന്നുള്ള കാര്യം ആ ഭാഗത്ത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് ഈ ഇൻഡിപെൻഡൻറ്റ് ക്ലോസിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ് നമുക്കത് മീനിങ് കറക്റ്റ് ആവുന്നത്. അതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസിൽ വരുന്നത്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് റീഡിങ് സിൻസ് ഷീ ഗോട്ട് ഹിയർ. അവൾ ഇവിടെ വന്നപ്പോൾ മുതൽ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത് നമുക്കറിയാം കംപ്ലീറ്റ് ആയിട്ട് സെൻറ്റൻസ് ആണ്. അവൾ ഇവിടെ വന്നപ്പോൾ മുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് അല്ല. അവിടെ എന്താണ് ഉണ്ടായെന്നുള്ള കാര്യം അവിടെ വ്യക്തമല്ല. ഈ രീതിയിൽ ഒരു സെൻറ്റൻസിൻ്റെ കൂടെ വരുമ്പോൾ മാത്രം നമുക്ക് അർത്ഥം കറക്റ്റായിട്ട് കിട്ടുന്ന ഇത്തരം ഫ്രേസുകളെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്ലോസുകളുടെ അടിസ്ഥാനത്തിൽ സെൻറ്റൻസുകളെ മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, കോംപ്ലക്സ് സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ സിമ്പിളാണ്. അതിനകത്ത് ഒരൊറ്റ മെയിൻ ക്ലോസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. അതായത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാമ്പിൾ നോക്കാം. ഷീ പാസ്ഡ് ദി എക്സാം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേർ ക്യാൻ ഐ ഫൈൻഡ് ഹിം ഒരു ചോദ്യമാണ്. ഇതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മീനിങ് കിട്ടുന്ന ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസാണ്. അതാണ് സിമ്പിൾ സെൻറ്റൻസിൽ വരുന്നത്. കോമ്പൗണ്ട് സെൻറ്റൻസിനകത്ത് മോർ ദാൻ വൺ മെയിൻ ക്ലോസ്, ഒന്നിൽ കൂടുതൽ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ മെയിൻ ക്ലോസുകൾ വരുന്നതാണ് കോമ്പൗണ്ട് സെൻറ്റൻസ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കൺജക്ഷൻസ് വെച്ചിട്ടാണ്, ഈ ബട്ട്, ബിക്കോസ്, ആൻഡ് തുടങ്ങിയിട്ടുള്ള കണക്റ്റിംഗ് വേർഡ്സ് വെച്ചിട്ടാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുക. എക്സാമ്പിൾ നോക്കാം. ഷീ വർക്ക്ഡ് ഹാർഡ് ആൻഡ് പാസ്ഡ് ദി എക്സാം. അവിടെ ഷീ വർക്ക്ഡ് ഹാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അവൾ ഹാർഡ് വർക്ക് ചെയ്തു. അത് കറക്റ്റായിട്ട് മീനിങ് ഉള്ള ഒരു സെൻറ്റൻസ് ആണ്. ഷീ പാസ്ഡ് ദി എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അതും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുന്നൊരു സെൻറ്റൻസ് ആണ്. അത് രണ്ടും അവിടെ ആൻഡ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഷീ ലൈക്സ് ചോക്ലേറ്റ്സ് ബട്ട് ഹെർ ബ്രദർ ലൈക്സ് ഐസ്ക്രീം. അവൾക്ക് ചോക്ലേറ്റാണ് ഇഷ്ടം, അവളുടെ ബ്രദറിന് പക്ഷേ ഐസ്ക്രീമാണ് ഇഷ്ടം. ഇവിടെ നമുക്കറിയാം എന്താണ്, ഹെർ ബ്രദർ ലൈക്സ് ഐസ്ക്രീം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് ആണ്. അവളുടെ സഹോദരന് ഐസ്ക്രീമാണ് ഇഷ്ടം എന്ന് പറയുന്നത്. ഷീ ലൈക്സ് ചോക്ലേറ്റ്സ് എന്ന് പറയുന്നതും ഇൻഡിപെൻഡൻ്റ് ആണ്. ആ രീതിയിൽ രണ്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലോസുകളെ കണക്ട് ചെയ്യുന്നതാണ് നമുക്ക് കോമ്പൗണ്ട് സെൻറ്റൻസിൽ കാണാൻ വേണ്ടി കഴിയുന്നത്. അടുത്തത് കോംപ്ലക്സ് സെൻറ്റൻസ്. വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്. നമ്മൾ നേരത്തെ ഈ ക്ലോസിൻ്റെ കേസിൽ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്നു, ചിലത് ഈ ഇൻഡിപെൻഡൻറ്റ് കൂടെ നിൽക്കുമ്പോൾ മാത്രമേ നമുക്ക് അർത്ഥം ഉണ്ടാവുള്ളൂ. അതാണ് ഈ സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇതിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റും ക്ലോസും വരുന്നതാണ് കോംപ്ലക്സ് സെൻറ്റൻസിൽ വരുന്നത്. ഐ വാച്ച്ഡ് ദ മൂവി ദാറ്റ് യു സജസ്റ്റഡ് ടു മീ. നീ എനിക്ക് സജസ്റ്റ് ചെയ്ത മൂവി ഞാൻ കണ്ടു. ഇവിടെ ഞാൻ മൂവി കണ്ടു. ഐ വാച്ച്ഡ് ദ മൂവി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻഡിപെൻഡൻ്റ് ആണ്. അത് ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അതിന് കറക്റ്റായിട്ട് മീനിങ് ഉണ്ട്. ദാറ്റ് യു സജസ്റ്റഡ് ടു മീ, നീ എനിക്ക് സജസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കംപ്ലീറ്റ് അല്ല. അവിടെ എന്താണ് സജസ്റ്റ് ചെയ്തെന്നുള്ള കാര്യം ആ ഭാഗം മാത്രം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് കിട്ടില്ല. ഈ രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഉണ്ടായിരുന്നു. ഐ വാസ് സ്റ്റഡിയിങ് വെൻ യു കോൾഡ് മീ. നീ എന്നെ വിളിച്ച സമയത്ത് ഞാൻ പഠിക്കുകയായിരുന്നു. ഞാൻ പഠിക്കുകയായിരുന്നു എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്. നീ എന്നെ വിളിച്ച സമയത്ത് എന്ന് പറയുന്നത് നമുക്ക് അത് മാത്രം എടുത്ത് നിർത്തി കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ടുള്ള മീനിങ് ഉണ്ടാവില്ല. അപ്പോൾ കോംപ്ലക്സ് സെൻറ്റൻസിനകത്ത് നമുക്ക് വരുന്നത് ഒരു ഇൻഡിപെൻഡൻറ്റ് ക്ലോസും ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസും കൂടി കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഈ സെക്ഷനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് സെൻറ്റൻസ്. നമ്മൾ പറഞ്ഞ 4 ടൈപ്പിലുള്ള സെൻറ്റൻസുകൾ ഉണ്ടെന്നാണ്. ആദ്യത്തത് ആർ യു ഗോയിങ് എബ്രോഡ്. അതൊരു ചോദ്യമാണ്. ചോദ്യമാകുമ്പോൾ നമുക്കറിയാം അത് ഇൻറ്ററഗേറ്റീവ് ആണെന്നുള്ളത്. അടുത്തത് ബ്രിങ് മീ ദാറ്റ് ഫയൽ. അതൊരു കാര്യം ചെയ്യാൻ വേണ്ടി പറയുന്നതാണ്. നമുക്കറിയാം അത് ഇമ്പരേറ്റീവ് ആണെന്നുള്ളത്. അടുത്തത് വാട്ട് എ ടൈം വി ഹാഡ്. എക്സ്ക്ലമേഷൻ മാർക്ക് ഉണ്ട്, അപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ മനസ്സിലാവും അത് എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണെന്നുള്ളത്. ഇനി മീര ഈസ് എ സക്സസ്ഫുൾ റൈറ്റർ. അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വരുന്നത്. നമുക്കറിയാം അത് ഡിക്ലറേറ്റീവ് സെൻറ്റൻസ് ആണെന്നുള്ളത്. ഈ രീതിയിൽ സെൻറ്റൻസുകളെ ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വരാവുന്നു. പിന്നെ ഈ ഭാഗത്തു നിന്ന് പ്രധാനമായിട്ട് വരുന്ന ചോദ്യം ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെൻറ്റൻസസ് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു സിമ്പിൾ സെൻറ്റൻസ്, കോമ്പൗണ്ട് സെൻറ്റൻസ്, അതുപോലെ കോംപ്ലക്സ് സെൻറ്റൻസ് എന്നുള്ളത്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളാണ് നമുക്ക് വരിക. നമുക്ക് നോക്കാം. ഷീ റിട്ടേൺഡ് ഹോം അറ്റ് മിഡ് നൈറ്റ്. അതൊരു സിമ്പിൾ സെൻറ്റൻസ് ആണ്, കാരണം അത് ഒറ്റയ്ക്ക് നിർത്തി കഴിഞ്ഞാൽ അർത്ഥമുള്ളതാണ്. അവൾ മിഡ് നൈറ്റ് ആയപ്പോൾ വീട്ടിലേക്ക് തിരിച്ചെത്തി എന്ന് പറയുന്നത്.
നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ടു കോംപ്ലക്സ്, അതിനെ കോംപ്ലക്സ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വേണ്ടത് ഡിപ്പെൻഡൻറ്റ് ക്ലോസും വേണം, ഇൻഡിപെൻഡൻറ്റ് ക്ലോസും വേണം. അതായത് ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ അർത്ഥമില്ലാത്ത ഒരു ഭാഗം നമുക്ക് അവിടെ വേണം. അതാണ് ഡിപ്പെൻഡൻറ്റ് ക്ലോസ്. നോക്കാം നമുക്കത് എങ്ങനെ എഴുതാൻ പറ്റുന്നുള്ളത്. വെൻ ഷി റിട്ടേൺഡ് ഹോം ഇറ്റ് വാസ് മിഡ് നൈറ്റ്. അവൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ മിഡ് നൈറ്റ് ആയിരുന്നു. അവിടെ ഇറ്റ് വാസ് മിഡ് നൈറ്റ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ മീനിങ് ഉള്ളതാണ്. വെൻ ഷി റിട്ടേൺഡ് ഹോം, അവൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് അല്ല, അപ്പോൾ നമുക്ക് അവിടെ ഒരു ഡിപ്പെൻഡൻറ്റ് കിട്ടി. ആ രീതിയിൽ നമുക്കത് കോംപ്ലക്സ് ആക്കി മാറ്റാൻ വേണ്ടി കഴിയും. അടുത്തത്, ഹീ ഈസ് സോ സിക്ക് ദാറ്റ് ഹീ കനോട്ട് സ്പീക്ക്. അവന് വളരെ വയ്യ, അതുകൊണ്ട് അവന് സംസാരിക്കാൻ കഴിയില്ല. ചേഞ്ച് ടു സിമ്പിൾ. ഇവിടെ നമുക്കറിയാം ഹീ സോ സിക്ക് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിപെൻഡൻ്റ് ആണ്, ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഭാഗത്തിന് അർത്ഥമുണ്ട്. ദാറ്റ് ഹീ കനോട്ട് സ്പീക്ക്, അതുകൊണ്ട് അവന് സംസാരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം ആദ്യത്തെ ഭാഗം കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് ഒരു കോംപ്ലക്സ് ആണ്. നമ്മൾ അതിനെ സിമ്പിളിലേക്ക് മാറ്റാണ് വേണ്ടത്, അതായത് ഒന്നിച്ചൊറ്റ സെൻറ്റൻസ് ആക്കുകയാണ് വേണ്ടത്. ഹിസ് സിക്നെസ് പ്രിവെൻറ്റ്സ് ഹിം ഫ്രം സ്പീക്കിംഗ്. അവൻ്റെ അസുഖം അവനെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ലെന്ന് തടയുന്നു. അപ്പോൾ നമുക്കത് ഒറ്റ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു സിമ്പിൾ സെൻറ്റൻസ് ആയിട്ട് കിട്ടും. അടുത്തത്, ഡിസ്പൈറ്റ് ട്രൈയിങ് ഹാർഡ് ഹീ ഫെയിൽ ടു റീച്ച് ദി ടാർഗറ്റ്. ഇവിടെ വീണ്ടും ഒരു കോംപ്ലക്സ് ആണ്. ഹാർഡ് വർക്ക് ചെയ്തിട്ടും അവൻ ടാർഗറ്റ് എത്താൻ പരാജയപ്പെട്ടു. ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്ന് പറയുന്നത് നമുക്കറിയാം അത് കംപ്ലീറ്റ് അല്ല, അടുത്ത ഭാഗം കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് അതിൻ്റെ അർത്ഥം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? കോമ്പൗണ്ട് ആക്കണം. കോമ്പൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ മീനിങ് കിട്ടുന്ന രണ്ട് ക്ലോസുകളാക്കിയിട്ട് നമുക്കതിനെ മാറ്റണം. നോക്കുക, ഹീ ട്രൈഡ് ഹാർഡ്, അവൻ നന്നായി പരിശ്രമിച്ചു. അത് ഇൻഡിപെൻഡൻ്റ് ആണ്, ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് മീനിങ് ഉള്ളതാണ്. ബട്ട് ഹീ ഫെയിൽ ടു റീച്ച് ടാർഗറ്റ്, പക്ഷേ അവൻ ടാർഗറ്റിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടു. അപ്പോൾ നോക്കുക, ഹി ട്രൈഡ് ഹാർഡ്, അവൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്തു എന്ന് പറയുന്നതും അവൻ ടാർഗറ്റിൽ എത്തുന്നതിൽ പരാജയപ്പെട്ടു എന്ന് പറയുന്നതും രണ്ട് ഭാഗവും നമുക്ക് ഒറ്റയ്ക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് മീനിങ് കിട്ടും. അപ്പോൾ രണ്ട് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളായി അത് നമ്മൾ ബട്ട് വെച്ചിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കോമ്പൗണ്ട് സെൻറ്റൻസ് കിട്ടും. ഈ രീതിയിലാണ് നമുക്ക് ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നെണ്ണമാണുള്ളത്. ഒന്ന് സിമ്പിൾ സെൻറ്റൻസ്, അതായത് ചെറുതായിരിക്കും, ഒരൊറ്റ ക്ലോസ് മാത്രമായിരുന്നു അതിനകത്ത് ഉണ്ടായിരിക്കുള്ളൂ. അടുത്തത് കോമ്പൗണ്ട് എന്ന് പറയുന്നത് രണ്ട് സെൻറ്റൻസുകൾ കൂട്ടി വയ്ക്കുന്നതാണ്. ആക്ച്വലി ബട്ട് ആൻഡ് ബിക്കോസ് ഒക്കെ വെച്ചുകൊണ്ട് രണ്ട് സെൻറ്റൻസുകൾ കൂട്ടി വയ്ക്കുന്നതാണ് കോമ്പൗണ്ടിൽ വരുന്നത്. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കൂട്ടി വെച്ച് തന്നെയാണ്, പക്ഷെ കൂട്ടി വെച്ചതിൽ ഒരു ഭാഗം മറ്റേതിൻ്റെ കൂടെ നിൽക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് മീനിങ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ രീതിയിലേക്ക് അതിൻ്റെ മീനിങ് വരുന്ന രീതിയിലാണ് നമ്മളിത് മാറ്റേണ്ടത്. അടുത്തത് അഫോർമേറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ്. നമ്മൾ പോസിറ്റീവ് സെൻറ്റൻസ്, നെഗറ്റീവ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇത് കുറച്ച് എളുപ്പമായിട്ടുള്ളൊരു ഭാഗമാണ്. നമ്മൾ മിസ്റ്റേക്ക് വരുത്താതിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റായിട്ട് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അഫോർമേറ്റീവ് സെൻറ്റൻസിൽ വരുന്നത് ഒരു പ്രപ്പോസിഷനാണ്, ഒരു കാര്യം പറയുന്നതാണ്. എക്സാമ്പിൾ നോക്കാം. ഷീ ഈസ് എ ഗുഡ് സിംഗർ, അവൾ നല്ലൊരു പാട്ടുകാരിയാണെന്ന് പറയുന്നത്. ഹീ ഈസ് എ ലയർ, അവനൊരു നുണയനാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അവനൊരു നുണയനാണെന്ന് പറയുന്നത് പോസിറ്റീവ് സെൻറ്റൻസ് എന്നാണ് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് അതിൻ്റെ മീനിങ് വെച്ചുകൊണ്ടല്ല നമ്മൾ നോക്കുന്നത്, നമ്മൾ ഗ്രാമർ മാത്രമേ നോക്കാവുള്ളൂ. അതായത് ഇല്ല, അല്ല എന്നൊക്കെ അർത്ഥം വരുന്ന നോ, നോട്ട് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അത് പോസിറ്റീവാണ്. ഇല്ല, അല്ല എന്നൊക്കെ അർത്ഥം വരുന്ന നോ, നോട്ട് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ഉണ്ടെങ്കിൽ അത് നെഗറ്റീവാണ്. ഈ പറയുന്ന സെൻറ്റൻസിൻ്റെ അർത്ഥം വെച്ചിട്ട് നമ്മൾ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ നോക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ കാണാൻ വേണ്ടി കഴിയും ഹി ഈസ് എ ഡ്രങ്കാർഡ്, അവർ കള്ളുടിയനാണെന്ന് പറയുന്ന സെൻറ്റൻസ് നമുക്ക് തന്നിട്ട് അത് നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളുടിക്കുന്നത് മോശമാണ്, അത് കാരണം നെഗറ്റീവാന്ന് പറയരുത്. നമ്മൾ ഗ്രാമർ മാത്രമേ നോക്കാവുള്ളൂ. ഇല്ല, അല്ല എന്ന് അർത്ഥം വരുന്ന നമുക്ക് നോ, നോട്ട് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ അതിനകത്ത് ഉണ്ടോ ഇല്ലെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇതില്ലാത്തതാണെങ്കിൽ പോസിറ്റീവും ഈ നോ, നോട്ടൊക്കെ ഉള്ളതാണെങ്കിൽ നെഗറ്റീവും. അങ്ങനെയാണ് നമ്മളിതിന് മനസ്സിലാക്കേണ്ടത്. നെഗറ്റീവ് സെൻറ്റൻസ് നമുക്ക് നോക്കിയ എക്സാമ്പിൾ കാണാൻ വേണ്ടി കഴിയും. ഷീ ഈസ് നോട്ട് എ ബാഡ് സിംഗർ. അപ്പോൾ ഷീ ഈസ് എ ഗുഡ് സിംഗർ എന്നൊരു സെൻറ്റൻസ് തന്നിട്ട് അതിന് നെഗറ്റീവ് ആക്കാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ നല്ല പാട്ടുകാരിയാണ്, ആ നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് അവൾ മോശം പാട്ടുകാരിയാണ് എന്ന് പറയാം എന്ന് ചിന്തിക്കരുത്. നെഗറ്റീവ് ആക്കാൻ പറയുമ്പോൾ അവിടെ ഇല്ല, അല്ല എന്നുള്ള നോ, നോട്ട് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ചേർക്കണം എന്നാണ് അർത്ഥം. പക്ഷേ അതിൻ്റെ അർത്ഥത്തിന് മാറ്റം വരാൻ പാടില്ല.
അപ്പോൾ ഷീ ഈസ് എ ഗുഡ് സിംഗർ എന്നുള്ളത് നെഗറ്റീവ് ആക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഷീ ഈസ് നോട്ട് എ ബാഡ് സിംഗർ, അവളൊരു മോശം പാട്ടുകാരിയല്ല. അപ്പോൾ നമുക്ക് അല്ല എന്നുള്ള വാക്കും കിട്ടി, അർത്ഥവും മാറുന്നില്ല. അതുപോലെ തന്നെ ഹീ ഈസ് എ ലയർ എന്നുള്ളതിന് നമുക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് അവനൊരു നുണയനാണെന്നുള്ളത് നെഗറ്റീവ് സെൻറ്റൻസിൽ പറയുന്ന സമയത്ത് ഹീ ഈസ് നോട്ട് ഹോണസ്റ്റ്, അവൻ സത്യസന്ധനല്ല എന്ന് പറഞ്ഞാൽ മതി. അവൻ നുണയനാണ് എന്ന് പറയുന്നത് പോസിറ്റീവ് സെൻറ്റൻസ്, അവൻ സത്യസന്ധൻ അല്ല എന്ന് പറയുന്നത് നെഗറ്റീവ് സെൻറ്റൻസ്. അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. മീനിങ് നോക്കിയിട്ടല്ല നമ്മൾ നെഗറ്റീവ് പോസിറ്റീവ് സെൻറ്റൻസ് കണ്ടുപിടിക്കുന്നത്. നോ, നോട്ട് തുടങ്ങിയിട്ടുള്ള ഇല്ല, അല്ല എന്നുള്ള വാക്കുകൾ വരുന്നുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇനി ഇത് നെഗറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് ആക്കുന്ന സമയത്തും പോസിറ്റീവ് സെൻറ്റൻസ് നെഗറ്റീവ് ആക്കുന്ന സമയത്തും ഈ നോ, നോട്ട് തുടങ്ങിയിട്ടുള്ള വാക്കുകൾ ചേർക്കണം എന്നുള്ളത് ശ്രദ്ധിക്കണം. പക്ഷേ അർത്ഥത്തിൽ മാറ്റം വരാൻ പാടില്ല. ഇനി ഈ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. ചേഞ്ച് ദ ഫോളോവിങ് ഇൻ ടു നെഗറ്റീവ് ഓർ പോസിറ്റീവ്. ഇത് നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കണം, പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ നെഗറ്റീവ് ആക്കണം. റാണി ഈസ് നോട്ട് ഓണസ്റ്റ്. റാണി സത്യസന്ധയല്ല. അവിടെ നോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ നെഗറ്റീവ് ആണ്. നമ്മൾ അർത്ഥം മാറാതെ അതിനെ പോസിറ്റീവ് ആക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റാണി ഈസ് എ ലയർ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. റാണി ഒരു നുണയത്തിയാണെന്ന് പറയാം. എവരിബഡി വാസ് നോട്ട് പ്രസൻറ്റ് ഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് ആരും വന്നിട്ടുണ്ടായിരുന്നില്ലാണ് പറയുന്നത്. അവിടെ നോട്ട് എന്ന് വെച്ചിട്ടുണ്ട്, അപ്പോൾ നെഗറ്റീവ് ആണ്, നമ്മളത് പോസിറ്റീവ് ആണ് ആക്കേണ്ടത്. പക്ഷേ അർത്ഥം മാറാനും പാടില്ല. അപ്പോൾ നമ്മൾ നോട്ട് പ്രസൻറ്റ് എന്ന് മാറ്റിയിട്ട് ആബ്സെൻറ്റ് എന്നുള്ളൊരു വാക്ക് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. എവരിബഡി വാസ് ആബ്സെൻറ്റ് ഫോർ ദ മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ഒഴിവാവുകയും ചെയ്യും, അർത്ഥം മാറുകയും ഇല്ല. എ ജിറാഫ് ഈസ് നോട്ട് ടോളർ ദാൻ ആൻ എലിഫൻറ്റ്. ജിറാഫിന് എലിഫൻറ്റിൻ്റെ അത്ര ഹൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഇത് നോട്ട് വന്നിട്ടുണ്ട്, അപ്പോൾ നെഗറ്റീവ് ആണ്. അപ്പോൾ നമ്മളിത് പോസിറ്റീവ് ആക്കണം. നോട്ട് മാത്രം മാറ്റി വെച്ചുകൊണ്ട് ഇവിടെ ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഹൈറ്റ് ഉണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, അർത്ഥം മാറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എലിഫൻറ്റിനെ എടുത്തിട്ട് ആദ്യം വയ്ക്കണം, ജിറാഫിനെ എടുത്തിട്ട് അപ്പുറത്ത് വയ്ക്കണം. അപ്പോൾ എന്താവും? ആൻ എലിഫൻറ്റ് ഈസ് ടോളർ ദാൻ ജിറാഫ്. എലിഫൻറ്റിന് ജിറാഫിനേക്കാളും ഹൈറ്റ് ഉണ്ട് എന്നുള്ള അർത്ഥം നമുക്ക് അതുപോലെ കിട്ടുകയും ചെയ്യും. നോട്ട് മാറിയിട്ട് അത് പോസിറ്റീവ് സെൻറ്റൻസ് ആവുകയും ചെയ്യും. ദ മൂവി വാസ് ഗുഡ്, അത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ്, അർത്ഥം മാറാതെ നമ്മൾ നെഗറ്റീവ് ആക്കണം. അപ്പോൾ ഗുഡ് എന്നുള്ളത് നമുക്ക് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നോട്ട് ബാഡ് എന്ന് വെച്ചാൽ മതി. ദ മൂവി വാസ് നോട്ട് ബാഡ്, അപ്പോൾ അർത്ഥം മാറുകയില്ല, നമുക്ക് നെഗറ്റീവായിട്ട് കിട്ടുകയും ചെയ്യും. ഓൾ ദ സ്റ്റുഡൻസ് കംപ്ലീറ്റഡ് ദെയർ അസൈൻമെൻറ്റ്സ് ഓൺ ടൈം. എല്ലാ സ്റ്റുഡൻസും അസൈൻമെൻറ്റ് കറക്റ്റ് സമയത്ത് കംപ്ലീറ്റ് ചെയ്യുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് എന്താക്കണം? നമുക്ക് നെഗറ്റീവ് ആക്കണം, എന്നാൽ അർത്ഥം അവിടെ മാറാനും പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾ ദ സ്റ്റുഡൻസ് എന്ന് നമ്മൾ മാറ്റിയിട്ട് നോ സ്റ്റുഡൻസ് ഫെയിൽ ടു കംപ്ലീറ്റ് ദെയർ അസൈൻമെൻറ്റ് ഓൺ ടൈം. ഒരു സ്റ്റുഡൻറ്റ് പോലും അസൈൻമെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിൽ ഫെയിൽ ചെയ്തില്ല എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അവിടെ നോട്ട് വെച്ചിട്ട് അത് നെഗറ്റീവ് ആവുകയും ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ അർത്ഥം മാറുകയുമില്ല. അടുത്തത് ഡിഗ്രി ഓഫ് കമ്പാരിസൺ. നമുക്കറിയുന്നതാണ്, നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംവിധാനമാണ് ഇതിൽ വരുന്നത്. ആദ്യം പോസിറ്റീവ് ഡിഗ്രിയാണ്, ഒരു ക്വാളിറ്റി പറയുന്നതാണ്, അവിടെ കമ്പാരിസൺ വരുന്നില്ല. എക്സാമ്പിൾ നോക്കുക. ദ ഫുഡ് ഹിയർ ഈസ് ഗുഡ്, ഇവിടുത്തെ ഫുഡ് നല്ലതാണ്. ദി ഇൻ്റർനെറ്റ് ഈസ് ഫാസ്റ്റ്, ഈ ഇൻ്റർനെറ്റ് ഫാസ്റ്റാണ്. മാത്സ് ഈസ് ഹാർഡ്, മാത്സ് ഹാർഡാണ്. ഇതാണ് നമുക്ക് പോസിറ്റീവ് ഡിഗ്രി വരുന്നത്. ഗുഡ്, ഫാസ്റ്റ്, ഹാർഡ് തുടങ്ങിയിട്ട് ഒരു ക്വാളിറ്റിയാണ് അവിടെ പറയുന്നത്. അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി. ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കമ്പയർ ചെയ്യുന്നതാണ്. ഹയർ ക്വാളിറ്റി കമ്പയർ ടു ടു തിങ്സ്. രണ്ട് കാര്യങ്ങളെ തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ വരുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ദ ഫുഡ് ഹിയർ ഈസ് ബെറ്റർ ദാൻ അറ്റ് ഹോം. അപ്പോൾ ഗുഡ് മാറി ബെറ്ററായി. അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇവിടുത്തെ ഫുഡ് വീട്ടിലെ ഫുഡിനേക്കാളും നല്ലതാണ്. ദിസ് ഇൻ്റർനെറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ മൈ നെറ്റ്വർക്ക്. ഈ ഇൻ്റർനെറ്റ് ഫാസ്റ്റ് എന്ന് മാറി ഫാസ്റ്ററായി. എൻ്റെ നെറ്റ്വർക്കിനെ അപേക്ഷിച്ച് ഇത് ഫാസ്റ്ററാണ്. മാത്സ് ഈസ് ഹാർഡർ ദാൻ കെമിസ്ട്രി. മാത്സ് കെമിസ്ട്രീനെ അപേക്ഷിച്ചിട്ട് ഹാർഡറാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും, കമ്പാരിറ്റീവ് ഡിഗ്രിയിൽ നമ്മൾ കാണുന്നത് എന്താണ്? ഒരു കാര്യത്തിനെ വേറൊരു കാര്യമായിട്ട് കമ്പയർ ചെയ്ത് പറയുന്നതാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ? ഇപ്പോൾ ഫാസ്റ്റിൻ്റെ കേസിലും ഹാർഡിൻ്റെ കേസിലും നമ്മൾ ചെയ്യുന്നത് ER ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മിക്കവാറും നമ്മൾ ER ചേർത്തിട്ടാണ് ഈ കമ്പാരിറ്റീവ് ആക്കുക. ഗുഡ് എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും, അവിടെ മാത്രം ബെറ്റർ എന്നാണ് വന്നിരിക്കുന്നത്. ചില വാക്കുകൾ മാത്രം അങ്ങനെ ഉണ്ടായിരിക്കും, അത് നമ്മൾ പഠിച്ചു വെക്കണം. അതല്ലാത്തതൊക്കെ നമ്മൾ ER ചേർത്തിട്ടാണ് നമ്മളതിനെ കമ്പാരിറ്റീവ് ആക്കുക. അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി.
ഹയർ ക്വാളിറ്റി കമ്പയർ ടു മോർ ദാൻ 2 തിങ്സ്. ഇവിടെ രണ്ടിൽ കൂടുതൽ കാര്യങ്ങളെ അപേക്ഷിച്ചിട്ട് നല്ലതാന്ന് പറയുന്നതാണ് സൂപ്പർലേറ്റീവിൽ വരുന്നത്. എക്സാമ്പിൾ, ദ ഫുഡ് ഹിയർ ഈസ് ദ ബെസ്റ്റ് ഇൻ ടൗൺ. ഇവിടുത്തെ ഫുഡാണ് ഈ ടൗണിലത്തെ ഏറ്റവും ബെസ്റ്റ്. അവിടെ രണ്ടിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട്. ബെറ്റർ മാറിയിട്ട് ബെസ്റ്റായി. ദിസ് ഇൻ്റർനെറ്റ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഐ ഹാവ് എവർ സീൻ. ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഇതാണെന്നാണ് പറയുന്നത്. മാത്സ് ഈസ് ദ ഹാർഡസ്റ്റ് സബ്ജക്റ്റ്. അവിടെ ഫാസ്റ്റ് എന്നുള്ളത് മാറിയിട്ട് ഫാസ്റ്റസ്റ്റ് എന്നായി. ഹാർഡ് എന്ന് മാറിയിട്ട് ഹാർഡസ്റ്റ് എന്നായി. അപ്പോൾ നമ്മളിവിടെ കണ്ടു EST ചേർത്തിട്ടാണ് നമ്മൾ സൂപ്പർലേറ്റീവ് ഡിഗ്രി ആക്കുന്നത്. ഇനി ഗുഡിൻ്റെ കാര്യത്തിൽ മാത്രം വ്യത്യാസമുണ്ട്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ് എന്നാണ് വന്നിട്ടുള്ളത്. ചില വാക്കുകൾ അങ്ങനെ ഉണ്ട്. ആ വാക്കുകൾ നമ്മൾ പഠിച്ചു വെക്കണം. നമ്മൾ ഇറഗുലർ വെർബ്സ് ഒക്കെ പണ്ട് പഠിച്ചതുപോലെ പഠിച്ചു വെക്കണം. ബാക്കിയുള്ളത് ഇതുപോലെ ER ചേർത്തിട്ട് കമ്പാരിറ്റീവ് ഡിഗ്രിയും EST ചേർത്തിട്ട് നമുക്ക് സൂപ്പർലേറ്റീവ് ഡിഗ്രിയും ആക്കാൻ വേണ്ടി കഴിയും. അടുത്തത് കൊളോക്കേഷൻസ്. ഇത് എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരും. കൊളോക്കേഷൻസ് എന്ന് പറയുന്നത് വേർഡ് കോമ്പിനേഷനാണ്. സ്പെസിഫിക് മീനിങ്സ്, അതായത് സ്ഥിരമായിട്ട് നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ആ വാക്കുകൾക്ക് ഒരു അർത്ഥം ഉണ്ടായിരിക്കും. അതായത് ആ വാക്കുകളുടെ അർത്ഥമല്ല, ആ സെൻറ്റൻസിന്, ഫ്രേസിന് ഒരു അർത്ഥം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ നോക്കുക. പേ അറ്റൻഷൻ, ശ്രദ്ധിക്കാനാണ് അതിൻ്റെ അർത്ഥം. മേക്ക് എ ഡിസിഷൻ, ഒരു തീരുമാനം എടുക്കുക. മേക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഉണ്ടാക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ മേക്ക് എ ഡിസിഷൻ എന്ന് പറയുമ്പോൾ തീരുമാനം ഉണ്ടാക്കുക എന്നുള്ള അർത്ഥമല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് എന്താണ്, ഒരു തീരുമാനം എടുക്കുക എന്നുള്ള അർത്ഥമാണ് കിട്ടുന്നത്. അതാണ് കൊളോക്കേഷനിൽ വരുന്നത്. ആ വാക്കുകളുടെ അർത്ഥമല്ല, ആ വാക്കുകൾ കൂട്ടി വെച്ച് ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു അർത്ഥം ഉണ്ടായിരിക്കും. ഡു എ ഫേവർ, അതുപോലെ ബ്രേക്ക് ദ ന്യൂസ്. ഫാസ്റ്റ് ഫുഡ് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഹെവി റെയിൻ, ഹെവി റെയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ബിഗ് റെയിൻ, സ്ട്രോങ് റെയിൻ എന്നൊന്നും പറയില്ല. ഹെവി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഭാരം കൂടുതൽ അർത്ഥം. പക്ഷേ നമ്മൾ കനത്ത മഴയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെവി റെയിൻ എന്നാണ് പറയുന്നത്. അതുപോലെ ഹോൾഡ് എ മീറ്റിംഗ്. ഈ രീതിയിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഈ ഇത്തരം ഫ്രേസുകളാണ് കൊളോക്കേഷനിൽ വരുന്നത്. ഇത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. ഇനി ഈ സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് കുറച്ച് കൊളോക്കേഷൻസിൻ്റെ ഒരു പാർട്ട് ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട്, ഒരു പാർട്ട് സെൻറ്റൻസിലുണ്ട്. അപ്പോൾ ഏതാണ് യോജിക്കുന്നത് നോക്കിയിട്ട് നമ്മൾ അതിൽ എടുത്ത് എഴുതുകയാണ് വേണ്ടത്. ദ വെബിനാർ വാസ് ഓൾമോസ്റ്റ് 4 hours, സോ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ടു ഡാഷ് അറ്റൻഷൻ ഓൾ ദ ടൈം. നമ്മൾ നേരത്തെ പറഞ്ഞു പേ അറ്റൻഷൻ എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതിൻ്റെ കൊളോക്കേഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അറ്റൻഷൻ്റെ കൂടെ പേ എന്നാണ് നമ്മൾ വെക്കേണ്ടത്. ദ ടീച്ചർ കുഡ് നോട്ട് ഡാഷ് സ്റ്റുഡൻസ് ഫൈറ്റ് അണ്ടർ കൺട്രോൾ. ഇവിടെ അണ്ടർ കൺട്രോൾ എന്നുള്ളതാണ് നമുക്ക് കൊളോക്കേഷൻ്റെ പാർട്ട് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ വയ്ക്കുന്നത് ഗെറ്റ് ആണ്. ഗെറ്റ് അണ്ടർ കൺട്രോൾ എന്നുള്ളതാണ് വരേണ്ടത്. അടുത്തത് കുഡ് യു ഡാഷ് മീ എ ഫേവർ. നമ്മൾ ബാക്കി വായിക്കുന്നില്ല, നമുക്കറിയാം ഡു മീ എ ഫേവർ എന്നുള്ളതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ റാണി വിൽ ക്വിറ്റ് ഹെർ പ്രസൻറ്റ് ജോബ് ആസ് ഷീ ഈസ് ഡാഷ് എ ബേബി. എക്സ്പെക്റ്റിംഗ് എ ബേബി, അതായത് പ്രഗ്നൻ്റ് ആണ്, ഒരു കുട്ടി പ്രതീക്ഷിക്കുക എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അതിന് എക്സ്പെക്റ്റിംഗ് എ ബേബി എന്നുള്ളതാണ് അതിൻ്റെ കൊളോക്കേഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഐ ഡോണ്ട് തിങ്ക് വി ഷുഡ് ഡാഷ് എ ഡിസിഷൻ യെറ്റ്. ഇവിടെ ഡിസിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മേക്ക് എ ഡിസിഷൻ എന്നുള്ളതാണ് അവിടുത്തെ കൊളോക്കേഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഇത്തരം കൊളോക്കേഷൻസ് ആയിട്ടുള്ള വേർഡ്സ് നമ്മൾ ഒന്ന് വായിച്ച് വയ്ക്കണം. ഏതൊക്കെയാണ് ഒരുമിച്ച് വരുന്നത് എന്നുള്ളത് കോമ്പിനേഷൻസ് മനസ്സിലാക്കി വയ്ക്കണം. അപ്പോൾ അതനുസരിച്ചിട്ട് അതിൻ്റെ ഒരു പാർട്ട് നമുക്ക് സെൻറ്റൻസിൽ കണ്ടു കഴിഞ്ഞാൽ അടുത്ത പാർട്ട് ഏതാണ് വരിക എന്നുള്ളത് അനുസരിച്ച് എഴുതാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കുറച്ച് കണക്റ്റിംഗ് വേർഡ്സ് ആണ്. ഈ വേർഡ്സിൻ്റെ മീനിങ് അറിഞ്ഞു വയ്ക്കണം. കാരണം ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് നമുക്ക് ചോദ്യമായിട്ട് ചോദിക്കും. കുറേയൊക്കെ നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. നോക്കുക, അഡീഷൻ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അഡീഷണലി, മോർ ഓവർ, ഫർദർ മോർ, ഇൻ അഡീഷൻ, ഓൾസോ, ലൈക്വൈസ്, ആസ് വെൽ ആസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ആ ഒരു അർത്ഥത്തിൽ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി കോൺട്രാസ്റ്റ്, രണ്ട് കാര്യങ്ങൾ തമ്മിൽ വ്യത്യസ്തമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഹൗവർ, എന്നാലും എന്നുള്ള അർത്ഥമാണ്. എന്നാലും, എങ്കിലും എന്നൊക്കെയുള്ള അർത്ഥമാണ് അതിനകത്ത് വരുന്നത്. നമുക്കറിയാം ബട്ട് ആണ് നമ്മൾ സ്ഥിരമായിട്ട് അതിന് ഉപയോഗിക്കുന്നൊരു വാക്ക്, അതും ഈ ഗ്രൂപ്പിലാണ് വരുന്നത്. ഹൗവർ, നെവർദലെസ്, ഓൺ ദി അതർ ഹാൻഡ്, കൺവേഴ്സ്ലി, നൺ ദ ലെസ്, ബട്ട്, ഓൾദോ, യെറ്റ്, വൈൽ, ഇൻ കോൺട്രാസ്റ്റ്, അതായത് പക്ഷേ, എങ്കിലും, എന്നാലും എന്ന അർത്ഥം വരുന്ന വാക്കുകളാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കി വെക്കുക, പക്ഷേ, എന്നാലും, എങ്കിലും, എന്നിട്ട് ഈ വാക്കുകളൊക്കെ ആ അർത്ഥമാണെന്നുള്ള രീതിയിൽ പഠിച്ചു വയ്ക്കുക. അടുത്തത് കമ്പാരിസൺ, രണ്ട് കാര്യങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്, ഒരുപോലെ വരുന്നതാണ്.
നമ്മൾ കോൺട്രാസ്റ്റിൽ വ്യത്യസ്തമാണെന്ന് പറയുന്നതാണെങ്കിൽ കമ്പാരിസണിൽ ഒരുപോലെയാണെന്ന് പറയുന്നതാണ്. സിമിലർലി നമുക്കറിയാം അതുപോലെ എന്ന് പറയുന്നത് ലൈക്ക് വൈസ്, ജസ്റ്റ് ആസ്, കമ്പയർ ടു, ഇൻ കമ്പാരിസൺ, ഇൻ ദ സെയിം വേ തുടങ്ങിയാണ് ആ രീതിയിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ. ഇനി കോസ് ആൻഡ് എഫക്റ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം, അതുകൊണ്ട് എന്ന് അർത്ഥം വരുന്ന വാക്കുകളാണ് ഈ ഗ്രൂപ്പിൽ വരുന്നത്. ദെയർ ഫോർ, ദസ്, കോൺസിക്വൻ്റ്ലി, ആസ് എ റിസൾട്ട്, ബിക്കോസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. സിൻസ്, ഡ്യൂ ടു, ഓവിങ് ടു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഈ ഓരോ വാക്കുകൾ ഓരോ ഗ്രൂപ്പുകളാണ്. ആ ഗ്രൂപ്പിൻ്റെ ഒരു കോമൺ മീനിങ് മനസ്സിലാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ വരുന്ന വാക്കുകൾ ഏതൊക്കെയാണ് പഠിച്ചു വയ്ക്കുക. ഇത് നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട് വരുന്നതാണ്. ഇനി ഇത്തരം വേർഡ്സ് വെച്ചിട്ട് ആൻസർ ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പല വാക്കുകൾക്കും ഏറെക്കുറെ ഒരുപോലത്തെ അർത്ഥം തന്നെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ഒരു ആൻസറിന് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാ ആൻസറിനും ഓപ്ഷൻസ് തികയുന്ന രീതിയിൽ എങ്ങനെയാണോ നമുക്ക് അനുയോജ്യമായിട്ട് എഴുതാൻ പറ്റുന്നത് ആ രീതിയിലാണ് എഴുതേണ്ടത്. ചിലപ്പോൾ ഒന്നിലധികം കറക്റ്റ് ആൻസേഴ്സ് അതിനകത്ത് ഉണ്ടായിരിക്കാം. പക്ഷേ അടുത്ത ആൻസറിന് കൂടി എഴുതാനുള്ള ഓപ്ഷൻസ് ബാക്കിയാവുന്നുണ്ടോ നോക്കിയിട്ട് വേണം നമ്മൾ ഇത് എഴുതാൻ വേണ്ടിയിട്ട്. ഇതിൽ തന്നിരിക്കുന്ന ഓപ്ഷൻസ്, ബിക്കോസ് ഓഫ് എന്ന് പറയുന്നത് നമുക്കറിയാം, ബിക്കോസ് അത് കാരണം എന്നുള്ള അർത്ഥമാണ്. ഡിസ്പൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നിട്ടും എന്നുള്ള അർത്ഥമാണ്. നെവർദലെസ് എന്നാലും. സ്റ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും എന്നുള്ള അർത്ഥമാണ്. ഈവൻ ദോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്കിലും. നമ്മൾ നേരത്തെ പറഞ്ഞു പല വാക്കുകൾക്കും ഇതേപോലെ ഒരേ മീനിങ് തന്നെ വരാം. വൈൽ എന്ന് പറയുന്നത് അതേ സമയം എന്നാണ്. വേറാസ് എന്ന് പറയുന്നതും ഏറെക്കുറെ അതേ അർത്ഥം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. ദോ എന്ന് പറയുന്നത് എങ്കിലും എന്നാലും എന്നുള്ള അർത്ഥം തന്നെയാണ്. ഹൗവറിനും ഏറെക്കുറെ അതേ മീനിങ് തന്നെയാണുള്ളത്. ഇൻസ്പൈറ്റ് ഓഫ്, യെറ്റ് എന്ന് പറയുന്നത് എന്നിട്ടും എന്നുള്ള അർത്ഥമാണുള്ളത്. ഓൺ ദി അതർ ഹാൻഡ് എന്ന് പറയുന്നത് മറുവശത്ത് എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഡിഫറൻസ് പറയുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ഡാഷ് ഇറ്റ് വാസ് സമ്മർ ആൻഡ് ദ നൈറ്റ്സ് വേർ ക്വൈറ്റ് ചില്ലി. സമ്മർ ആയിരുന്നിട്ടും രാത്രി തണുപ്പുണ്ടായിരുന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം എന്നാലും, എങ്കിലും, എന്നിട്ടും എന്നൊക്കെയുള്ള അർത്ഥങ്ങളാണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ ഈവൻ ദോ ഇറ്റ് വാസ് സമ്മർ ആൻഡ് ദ നൈറ്റ്സ് വേർ ക്വൈറ്റ് ചില്ലി. അപ്പോൾ അവിടെ ഈവൻ ദോ എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. സമ്മർ ആയിരുന്നിട്ടും എന്നുള്ള അർത്ഥം നമുക്ക് അവിടെ ലഭിക്കും. ഹീ ഈസ് എ ഗുഡ് അറ്റ് ലാംഗ്വേജസ് ഡാഷ് ഹിസ് ബ്രദർ ഈസ് എൻ അത്ലറ്റ്. അവൻ ലാംഗ്വേജ് നന്നായിട്ട് കൈകാര്യം ചെയ്യും, അവൻ്റെ ബ്രദർ അത്ലറ്റാണ്. അപ്പോൾ നമുക്ക് അറിയാം അവൻ ലാംഗ്വേജ് കൈകാര്യം ചെയ്യും, അതേസമയം അവൻ്റെ ബ്രദർ അത്ലറ്റാണ്. അതേസമയം എന്നുള്ള അർത്ഥം വരുന്നൊരു വേർഡാണ് നമുക്കവിടെ വേണ്ടത്. വേറാസ് നമുക്കവിടെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇനി ഐ ലൈക്ക് ഹാംബർഗേഴ്സ്, ഐ ഡോണ്ട് ലൈക്ക് പിസ്സ. എനിക്ക് ഹാംബർഗേഴ്സ് ഇഷ്ടമാണ്, പക്ഷേ അല്ലെങ്കിൽ എന്നാലും എങ്കിലും എനിക്ക് പിസ്സ ഇഷ്ടമല്ല എന്നാണ് ഇവിടെ നമുക്ക് വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമുക്കവിടെ വരുന്നത് ദോ എന്നുള്ളത് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഐ ലൈക്ക് ഹാംബർഗേഴ്സ്, ഐ ഡോണ്ട് ലൈക്ക് പിസ്സ, ദോ എന്ന് നമുക്കവിടെ പറയാം. മൈ കാർ ഈസ് ഡാഷ് ഇൻ വെരി ഗുഡ് കണ്ടീഷൻ, ഇറ്റ്സ് 12 years old. 12 വർഷമായി, ഇപ്പോഴും എൻ്റെ കാറ് നല്ല കണ്ടീഷനിലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴും എന്നുള്ള വരുന്നത് സ്റ്റില്ലാണ് നമുക്ക് വരുന്നത്. മൈ കാർ ഈസ് സ്റ്റിൽ ഇൻ വെരി ഗുഡ് കണ്ടീഷനാണ് നമുക്കവിടെ എഴുതേണ്ടത്. ജിമ്മി കാൺട്ട് റീഡ് വെരി വെൽ ഡാഷ് ഹീ ഈസ് എ സ്കിൽഫുൾ വർക്കർ. ജിമ്മിക്ക് വായിക്കാൻ കറക്റ്റായിട്ട് അറിയില്ല, പക്ഷെ എന്നാലും അവൻ നല്ലൊരു ജോലിക്കാരനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്കറിയാം പക്ഷേ എന്നാലും എന്നുള്ള അർത്ഥമാണ് നമുക്കവിടെ വേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഹൗവർ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ജിമ്മി കാൺ റീഡ് വെരി വെൽ, ഹൗവർ ഹീ ഈസ് എ സ്കിൽഫുൾ വർക്കർ ഉള്ള രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വാക്കുകൾ ഗ്രൂപ്പ്സ് ആയിട്ടാണുള്ളത്. പല വാക്കുകൾക്കും ഏറെക്കുറെ സെയിം മീനിങ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ ഓപ്ഷൻസ് ചിലപ്പോൾ എണ്ണത്തിൽ കൂടുതലുണ്ടായിരിക്കും, ചിലപ്പോൾ എണ്ണത്തിൽ കുറവായിരിക്കും. കാരണം പല വാക്കുകൾക്കും ഒരേ അർത്ഥമാണുള്ള കാരണം കൊണ്ട് നമുക്ക് ഒന്നിലധികം ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഗ്രൂപ്പ് ആയിട്ടാണ് പഠിക്കേണ്ടത്. ഒരു സെയിം അർത്ഥം വരുന്ന വാക്കുകൾ ഒരു ഗ്രൂപ്പായിട്ട് പഠിക്കുക, എന്നിട്ട് അതിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ എടുത്തെഴുതുകയാണ് വേണ്ടത്. ഇനി ഈ സെക്ഷനിൽ ലാസ്റ്റ് വരുന്നത് പങ്ക്ച്വേഷനാണ്. പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക് അങ്ങനെയുള്ള ചിഹ്നങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പാരഗ്രാഫ് ഇതൊന്നും ഇല്ലാതെ തന്നിട്ട് അതിനകത്ത് ഇത്തരം ചിഹ്നങ്ങൾ ചേർക്കാൻ വേണ്ടി പറയും. പങ്ക്ച്വേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കണം. ഒരാളുടെ പേരിൻ്റെ, ഒരു സ്ഥാപനത്തിൻ്റെ, ഒരു സ്ഥലത്തിൻ്റെ ഒക്കെ പേരിൻ്റെ ഫസ്റ്റത്തെ അക്ഷരം ക്യാപിറ്റൽ എഴുതണം. ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ക്യാപിറ്റൽ ലെറ്റർ എഴുതണം എന്നുള്ള കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോസ്ട്രഫി നമുക്കറിയാം എന്താണ് ഉപയോഗിക്കുന്നുള്ളത്. ഇപ്പോൾ രാജുവിൻ്റെ എന്ന് പറയുന്നത് നമ്മൾ രാജു അപ്പോസ്ട്രഫി എസ് എന്നാണ് നമ്മൾ എഴുതുന്നത്. ആ രീതിയിൽ അപ്പോസ്ട്രഫി ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ കൊട്ടേഷൻ മാർക്ക്, ഇപ്പോൾ ഡയലോഗുകളൊക്കെ ഈ പാരഗ്രാഫിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഡയലോഗിൽ ഒരാൾ പറയുന്ന കാര്യം നമ്മൾ കൊട്ടേഷൻ മാർക്കിനകത്ത് ഇടണം.
അതുപോലെ തന്നെ പീരീഡ്, അതായത് ഫുൾ സ്റ്റോപ്പ്, കോമ, ക്വസ്റ്റ്യൻ മാർക്ക്, എക്സ്ക്ലമേഷൻ മാർക്ക് തുടങ്ങിയിട്ടുള്ളത് ആ സെൻറ്റൻസിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ എഴുതണം. ഇപ്പോൾ ചോദ്യമാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ഇടണം, അതല്ല സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ഇടണം. ആ രീതിയിൽ അത് ചെയ്യണം. പിന്നെ കോളൻ, സെമി കോളൻ എന്നുള്ളതാണ് ഈ ഡയലോഗോ അല്ലെങ്കിൽ ഇതുപോലെ പറയുന്ന കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ കോമ ഇട്ടിട്ടും അതുപോലെ സെമി കോളനും കോളൻ ഇട്ടിട്ടാണ് നമ്മൾ തിരിക്കേണ്ടത്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പങ്ക്ച്വേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ മൊഡ്യൂളിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്